ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഇവയെപ്പറ്റിയുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ്, അതായത് PSC പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 5 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 5 ചോദ്യങ്ങൾക്കും ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. ആദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്താണെന്ന് പഠിക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ NHRC, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. മനുഷ്യാവകാശത്തിനു വേണ്ടി ദേശീയ തലത്തിൽ കൈക്കൊണ്ട പ്രധാന നടപടിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപവൽക്കരണം. മനുഷ്യാവകാശത്തിനു വേണ്ടി ദേശീയ തലത്തിൽ കൈക്കൊണ്ട പ്രധാന നടപടിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപവൽക്കരണം. 1993 പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചാണ് കമ്മീഷന് രൂപം നൽകിയത്. 1993 പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് രൂപം നൽകിയത്. 1993 സെപ്റ്റംബർ 28 ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നു. 1993 സെപ്റ്റംബർ 28 ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നു. 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായി. 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായി. അപ്പോൾ ഈ 2 പോയിന്റ്സ് പ്രത്യേകം ഒന്ന് ഓർത്ത് വെച്ചോണേ, കാരണം ഇത് രണ്ടും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഈ തീയതി പ്രത്യേകം, അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന തീയതി 1993 സെപ്റ്റംബർ 28. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായ തീയതി, സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12. ഒന്ന് നിയമം നിലവിൽ വന്നതും രണ്ടാമത്തേത് അത് സ്ഥാപിതമായതുമാണ്. അപ്പോൾ ആ 2 തീയതികളും സെപ്പറേറ്റ് തന്നെ ഓർത്ത് വെച്ചോണം. കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ 6 അംഗങ്ങൾ ഉണ്ടാകും. 2019 ഭേദഗതി പ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് നിലവിലുള്ളത്. അത് 2019 ഭേദഗതി പ്രകാരമാണ്. ഓർത്തു വച്ചോണം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് ഉള്ളത്. റിട്ടയർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓർ ജഡ്ജി ആയിരിക്കും കമ്മീഷന്റെ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ റിട്ടയർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി ആയിരിക്കും. ഇതും പ്രത്യേകം ഓർത്തു വെച്ചോണം, മിക്ക പരീക്ഷകളും ചോദിക്കാറുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ റിട്ടയർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി. ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ. ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യനാണ് നിലവിലെ ചെയർമാൻ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മിക്ക ചോദ്യപേപ്പറിലും ഈ ചോദ്യം കാണാറുമുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യൻ. ഇതൊക്കെ മിക്ക ചോദ്യപേപ്പറിലും ഈ ഒരു ചോദ്യമുണ്ട്. നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന്? ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യൻ.
ചെയർമാനെ കൂടാതെ ഒരു റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജി, ഒരു റിട്ടയേർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, മനുഷ്യ അവകാശങ്ങളെക്കുറിച്ച് അറിവും പ്രായോഗിക പരിചയവുമുള്ള 3 അംഗങ്ങൾ. അതിൽ ഒരാൾ സ്ത്രീ ആയിരിക്കണം. 2019 ഭേദഗതിക്ക് മുമ്പ് ഇത് 2 പേരായിരുന്നു. ഭേദഗതിക്ക് മുൻപ് മൊത്തം 5 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിങ്ങനെയാണ് കമ്മീഷന്റെ ഘടന. ഇതുകൂടാതെ 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആദ്യം പറഞ്ഞല്ലോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഇപ്പോൾ 6 അംഗങ്ങളാണ് ഉള്ളതെന്ന്. അപ്പോൾ അതായത് ചെയർമാനെ കൂടാതെ ഒരു റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജി, ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, മനുഷ്യ അവകാശങ്ങളെക്കുറിച്ച് അറിവും പ്രായോഗിക പരിചയവുമുള്ള 3 അംഗങ്ങൾ. അപ്പോൾ നോക്കിക്കേ, 6 പേരായില്ലേ ചെയർമാനെ കൂടാതെ. അപ്പോൾ ചെയർമാൻ ഉണ്ട്, കൂടെ ഒരു റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജി, പിന്നെ ഒരു റിട്ടയേർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, പിന്നെ മനുഷ്യ അവകാശങ്ങളെക്കുറിച്ച് അറിവും പ്രായോഗിക പരിചയവുമുള്ള 3 അംഗങ്ങൾ. അപ്പോൾ ടോട്ടൽ 6 അംഗങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത്. അതിൽ ഈ 3 അംഗങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ, മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് അറിവും പ്രായോഗിക പരിചയവുമുള്ള 3 അംഗങ്ങൾ, അതിലൊരാൾ സ്ത്രീ ആയിരിക്കണം. ഓർത്തു വെച്ചോണം, മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് അറിവും പ്രായോഗിക പരിചയവുമുള്ള 3 അംഗങ്ങളിൽ ഒരാൾ സ്ത്രീ ആയിരിക്കണം. എന്നിങ്ങനെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടന. ഇതുകൂടാതെ 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളുണ്ടാവും. ഈ 6 പേരെ കൂടാതെ 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളും കൂടി ഉണ്ട്. അപ്പോൾ ഇനി അവരെ പറ്റിയാണ് അടുത്ത പോയിന്റ്, ഈ 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളെ പറ്റി. അതാരൊക്കെയാന്ന് നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലുള്ള 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. 1 ദേശീയ വനിതാ കമ്മീഷൻ, അടുത്തത് ദേശീയ പട്ടികവർഗ കമ്മീഷൻ, അടുത്തത് ദേശീയ പട്ടികജാതി കമ്മീഷൻ, അടുത്തത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, അടുത്തത് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ, അടുത്തത് ദേശീയ ഭിന്നശേഷി കമ്മീഷൻ, അടുത്തത് ദേശീയ ബാലാവകാശ കമ്മീഷൻ എന്നിവയുടെ ചെയർപേഴ്സൺമാർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ്. ഇത് പ്രത്യേകം ഓർത്തു വെച്ചോണം, ഇതൊക്കെ ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ചോദിക്കുന്നതാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ് ആരൊക്കെയാണെന്ന്. ഈ 7 പേരാണ്. അതായത് ദേശീയ വനിതാ കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ, ദേശീയ ഭിന്നശേഷി കമ്മീഷൻ, ദേശീയ ബാലാവകാശ കമ്മീഷൻ എന്നിവയുടെ ചെയർപേഴ്സൺമാർ. അവരാണ് ഈ 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. ഇതേ കണ്ടോ, 1 2 3 4 5 6 7 ഇങ്ങനെ 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത്. ആ എക്സ് ഒഫീഷ്യോ അംഗങ്ങളെയും കൂടെ പ്രത്യേകം ഓർത്ത് വെച്ചോണം അതാരൊക്കെയാണെന്ന്. അപ്പോൾ ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ 6 അംഗങ്ങളാണ് ഉള്ളത്. അതുകൂടാതെ 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളും കൂടി ഉണ്ട്. അപ്പോൾ ഇവർ ആരൊക്കെയാണെന്നും കൂടെ പ്രത്യേകം തന്നെ പഠിച്ചു വെച്ചോണം. ഓക്കെ, അപ്പോൾ അതെല്ലാം ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഈ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. സ്വയംഭരണ അധികാരമുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. സ്വയം ഭരണ അധികാരമുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. അതായത് ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിയമം ഉണ്ടാക്കി സ്ഥാപിച്ച സ്ഥാപനമാണെന്നേ അർത്ഥമുള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. നിയമം ഉണ്ടാക്കി സ്ഥാപിച്ച സ്ഥാപനമാണെന്ന്. ദേശീയ മനുഷ്യാവകാശ 1993 ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചാണല്ലോ ഈ കമ്മീഷന് രൂപം നൽകിയത്. അതുതന്നെയാണ് ഈ പോയിന്റിൽ പറയുന്നത്. സ്വയംഭരണ അധികാരമുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. അതായത് ഒരു നിയമം ഉണ്ടാക്കി സ്ഥാപിച്ച സ്ഥാപനമാണെന്ന് മാത്രം. ഓക്കെ, അതാണ് ഈ പോയിന്റ്.
നിങ്ങളിതിങ്ങനെ തന്നെ ഈ സെൻറ്റൻസ് അങ്ങ് പഠിച്ചു വെക്കുക. സ്വയംഭരണ അധികാരമുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഇനി ഇതിൻ്റെ ആസ്ഥാനം മാനവ് അധികാർ ഭവൻ. ആദ്യകാലത്ത് സർദാർ പട്ടേൽ ഭവനായിരുന്നു, ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം മാനവ് അധികാർ ഭവന് ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആദ്യകാലത്ത് സർദാർ പട്ടേൽ ഭവനായിരുന്നു. ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം മാനവ് അധികാർ ഭവനാണ്, ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ഇത് പ്രത്യേകം ഓർത്തു വെച്ചോണം. ഈ ഒരു ചോദ്യത്തിന് പലരും ഈ സുപ്രീം കോടതിയാണ് ആൻസറായിട്ട് എഴുതി വെക്കുന്നത് കേട്ടോ. അങ്ങനെയല്ല. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. പ്രത്യേകം ഓർത്തു വെച്ചോണം. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും മറ്റംഗങ്ങളെയും നിയമിക്കാനും നീക്കം ചെയ്യാനും അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ്. ഓക്കെ, അപ്പം ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും മറ്റംഗങ്ങളെയും നിയമിക്കാനും നീക്കം ചെയ്യാനും അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ്. അപ്പം നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാ? രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും മറ്റംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. ഇതും മിക്ക പരീക്ഷകളിലും ചോദിക്കാറുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ ആരാണ് നിയമിക്കാനും നീക്കം ചെയ്യാനുമുള്ള അധികാരം ആർക്കാണുള്ളതെന്ന്? രാഷ്ട്രപതിക്കാണ്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഇതും മിക്ക പരീക്ഷകളിലും ചോദിക്കാറുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. പ്രധാനമന്ത്രി, ചെയർമാൻ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ലോകസഭാ സ്പീക്കർ, ലോകസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് എന്നിവരടങ്ങുന്ന കമ്മിറ്റിയാണ് കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുക. ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് പ്രധാനമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ലോകസഭാ സ്പീക്കർ, ലോകസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് എന്നിവരടങ്ങുന്ന കമ്മിറ്റിയാണ് കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഇതും മിക്ക പരീക്ഷകളിലും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ ചെയർമാൻ പ്രധാനമന്ത്രിയാണേ. അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്തോണം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നവരിലെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ആരൊക്കെയാണ് ഈ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്? പ്രധാനമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ലോകസഭാ സ്പീക്കർ, ലോകസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് എന്നിവരടങ്ങുന്ന കമ്മിറ്റിയാണ് കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഇതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നും പഠിക്കാതിരിക്കരുത്. എല്ലാം ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് തന്നെയാണ്. എല്ലാം മിക്ക പരീക്ഷകളിലും റിപ്പീറ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പോയിന്റ്സ് തന്നെയാണ്. ഓക്കെ, ഇനിയിപ്പം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പുകളിൽ സ്റ്റേറ്റ്മെൻ്റായിട്ട് ചോദിക്കാറുള്ളതാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകൾ: മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികളിന്മേൽ അന്വേഷണം നടത്തുക. പരാതിയില്ലാതെ സ്വയം മുൻകൈയെടുത്തും കമ്മീഷന് അന്വേഷണം നടത്താം. മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികളിന്മേൽ അന്വേഷണം നടത്തുക. പരാതിയില്ലാതെ സ്വയം മുൻകൈയെടുത്തും കമ്മീഷന് അന്വേഷണം നടത്താൻ പറ്റും. അപ്പോൾ അത് ഓർത്ത് വെച്ചോണം. മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികളിന്മേൽ അന്വേഷണം നടത്താം. പരാതിയില്ലാതെ സ്വയം മുൻകൈയെടുത്തും കമ്മീഷന് അന്വേഷണം നടത്താൻ പറ്റും. ജയിലുകളും മറ്റും സന്ദർശിച്ച് അന്തേവാസികളുടെ ജീവിത സൗകര്യം പഠിച്ച് ശുപാർശകൾ നൽകുക. ഇതിനും
ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് അധികാരമുണ്ട്. ജയിലുകളും മറ്റും സന്ദർശിച്ച് അന്തേവാസികളുടെ ജീവിത സൗകര്യം പഠിച്ച് ശുപാർശകൾ നൽകാൻ പറ്റും. മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുക. മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുക. മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ പരിപോഷിപ്പിക്കുക. മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ പരിപോഷിപ്പിക്കുക. മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഗവേഷണം നടത്തുകയും അത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഗവേഷണം നടത്തുകയും അത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ഇന്ത്യയിലെ പൗരന്മാരെ മനുഷ്യാവകാശത്തെക്കുറിച്ചും അതിൻ്റെ സംരക്ഷണത്തിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ പങ്കിനെക്കുറിച്ചും ബോധവൽക്കരിക്കുക. ഇന്ത്യയിലെ പൗരന്മാരെ മനുഷ്യാവകാശത്തെക്കുറിച്ചും അതിൻ്റെ സംരക്ഷണത്തിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ പങ്കിനെക്കുറിച്ചും ബോധവൽക്കരിക്കുക. കമ്മീഷന് ശിക്ഷിക്കാനുള്ള അധികാരമില്ല. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ശിക്ഷിക്കാനുള്ള അധികാരമില്ല. കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിന് ശുപാർശകൾ നൽകാനോ കോടതികളോട് നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ ശുപാർശ ചെയ്യാനേ മാത്രമേ അധികാരമുള്ളൂ. ഈ പോയിന്റ് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്തോണേ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ശിക്ഷിക്കാനുള്ള അധികാരമില്ല. കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിന് ശുപാർശകൾ നൽകാനോ കോടതികളോട് നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ ശുപാർശ ചെയ്യാനോ മാത്രമേ അധികാരമുള്ളൂ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ ഒന്നുകൂടി ഒന്ന് വായിക്കാം. മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികളിന്മേൽ അന്വേഷണം നടത്തുക. പരാതിയില്ലാതെ സ്വയം മുൻകൈയെടുത്തും കമ്മീഷൻ അന്വേഷണം നടത്താം. ജയിലുകളും മറ്റും സന്ദർശിച്ച് അന്തേവാസികളുടെ ജീവിത സൗകര്യം പഠിച്ച് ശുപാർശകൾ നൽകുക. മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുക. മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ പരിപോഷിപ്പിക്കുക. മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഗവേഷണം നടത്തുകയും അത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ഇന്ത്യയിലെ പൗരന്മാരെ മനുഷ്യാവകാശത്തെക്കുറിച്ചും അതിൻ്റെ സംരക്ഷണത്തിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ പങ്കിനെക്കുറിച്ചും ബോധവൽക്കരിക്കുക. കമ്മീഷന് ശിക്ഷിക്കാനുള്ള അധികാരമില്ല. കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിന് ശുപാർശകൾ നൽകാനോ കോടതികളോട് നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ ശുപാർശ ചെയ്യാനോ മാത്രമേ അധികാരമുള്ളൂ. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകളെ പറ്റി പഠിക്കാം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾ SHRC, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. പ്രധാനപ്പെട്ട പോയിന്റ്സ് പഠിക്കാം. എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് കീഴിൽ അതത് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഘടകമാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് കീഴിൽ അതത് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഘടകമാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. 1998 ഡിസംബർ 11 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. 1998 ഡിസംബർ 11 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. പ്രത്യേകം ഓർത്തു വെച്ചോണം, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന തീയതി 1998 ഡിസംബർ 11. മിക്ക പരീക്ഷകളിലും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11. ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഒരു ചെയർമാനും 2 അംഗങ്ങളും അടങ്ങിയതാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ഒരു ചെയർമാനും 2 അംഗങ്ങളും അടങ്ങിയതാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ഇതും പ്രധാനപ്പെട്ട പോയിന്റാണ്. ഒരു ചെയർമാനും 2 അംഗങ്ങളും അടങ്ങിയതാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയുമാണ്. ഈ പോയിന്റ് പ്രത്യേകം ഓർത്തു വെച്ചോണം. ഇതെപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പോയിന്റാട്ടോ. മിക്ക പരീക്ഷകളിലും ചോദിക്കാറുമുണ്ട്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണർ.
സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി. 2 പേരുള്ളതുകൊണ്ട് കൺഫ്യൂഷൻ ആവും. ഒന്നുകൂടി പറയാം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണർ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി. ഇനി തമ്മിൽ മാറിപ്പോകരുത്, പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോണം. മുഖ്യമന്ത്രി ചെയർമാനും നിയമസഭാ സ്പീക്കർ, സംസ്ഥാന ആഭ്യന്തരമന്ത്രി, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നിവർ അംഗങ്ങളുമായ കമ്മിറ്റിയാണ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുക. ഈ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് മുഖ്യമന്ത്രി, നിയമസഭാ സ്പീക്കർ, സംസ്ഥാന ആഭ്യന്തരമന്ത്രി, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നിവർ അംഗങ്ങളായ കമ്മിറ്റിയാണ്. പ്രത്യേകം ഓർത്തു വെച്ചോണം. ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളിൽ ചോദിക്കുന്നതാണ്. മുഖ്യമന്ത്രിയാണ് ചെയർമാൻ. മുഖ്യമന്ത്രി ചെയർമാനും നിയമസഭാ സ്പീക്കർ, സംസ്ഥാന ആഭ്യന്തരമന്ത്രി, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നിവർ അംഗങ്ങളായ കമ്മിറ്റിയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അംഗങ്ങളുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. അവിടെ ഇത് തന്നെയായിരുന്നു കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെയും കാലാവധി ഇത് തന്നെയായിരുന്നു, 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. അപ്പോൾ ആ പോയിന്റ് സെയിം ആണേ. ഇപ്പോൾ ഇവിടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഓർത്ത് വെച്ചോണം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഇത് തന്നെയായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെയും കാലാവധി. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച വ്യക്തിയെയാണ് സംസ്ഥാന മനുഷ്യാവകാശ ചെയർമാനായി നിയമിക്കുന്നത്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഓർ ജഡ്ജി പദവി വഹിച്ച വ്യക്തിയെയാണ് സംസ്ഥാന മനുഷ്യാവകാശ ചെയർമാനായി നിയമിക്കുന്നത്. പ്രത്യേകം ഓർത്തു വെച്ചോണം, മിക്ക പരീക്ഷകളിലും ചോദിക്കാറുണ്ട്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച വ്യക്തിയാണ് സംസ്ഥാന മനുഷ്യാവകാശ ചെയർമാനായി നിയമിക്കുന്നത്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് MM പരീത് പിള്ളയാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് MM പരീത് പിള്ള. നിലവിലെ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ആണ്. കേരള സംസ്ഥാനത്തിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ആണ്. രണ്ടും പ്രത്യേകം ഓർത്തു വെച്ചോണം, മിക്ക പരീക്ഷകളിലും ചോദിക്കാറുണ്ട്. കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ MM പരീത് പിള്ള. കേരളത്തിലെ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ തന്നെയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലും നിക്ഷിപ്തമായിരിക്കുന്നത്. ഓക്കെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ തന്നെയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലും നിക്ഷിപ്തമായിരിക്കുന്നത്. അത് മുമ്പ് പഠിച്ചതാണ്. ഓക്കെ, മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാവുന്നതാണ്. മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാവുന്നതാണ്. ഓക്കെ, ഇതൊക്കെയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ്. ഇതൊക്കെയാണ് PSC പരീക്ഷകളിൽ മിക്കപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട മനുഷ്യാവകാശ സംഘടനകൾ, അതും ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. മനുഷ്യാവകാശ സംഘടനകൾ ദേശീയ തല സംഘടനകളാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓഫ് ഇന്ത്യ, പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്, പീപ്പിൾസ് കൗൺസിൽ ഫോർ സോഷ്യൽ ജസ്റ്റിസ്, സിറ്റിസൺസ് ഫോർ ഡെമോക്രസി, പീപ്പിൾസ് യൂണിയൻ ഫോർ ഡെമോക്രാറ്റിക് റൈറ്റ്സ്. മനുഷ്യാവകാശ സംഘടനകൾ, ദേശീയതല സംഘടനകൾ
നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓഫ് ഇന്ത്യ, പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്, പീപ്പിൾസ് കൗൺസിൽ ഫോർ സോഷ്യൽ ജസ്റ്റിസ്, സിറ്റിസൺ ഫോർ ഡെമോക്രസി, പീപ്പിൾസ് യൂണിയൻ ഫോർ ഡെമോക്രാറ്റിക് റൈറ്റ്സ്. അന്താരാഷ്ട്ര സംഘടനകൾ, മനുഷ്യാവകാശ സംഘടനകളിലെ അന്താരാഷ്ട്ര സംഘടനകളാണ് ഏഷ്യ വാച്ച്, UN വാച്ച്, അമനസ്റ്റി ഇൻ്റർനാഷണൽ, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്, ഇൻ്റർനാഷണൽ റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രസൻറ്റ് മൂവ്മെൻറ്റ്, ഗ്ലോബൽ റൈറ്റ്സ്. മനുഷ്യാവകാശ സംഘടനകളിലെ അന്താരാഷ്ട്ര സംഘടനകളാണ് ഏഷ്യ വാച്ച്, UN വാച്ച്, ആംനസ്റ്റി ഇൻ്റർനാഷണൽ, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്, ഇൻ്റർനാഷണൽ റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രസൻറ്റ് മൂവ്മെൻറ്റ്, ഗ്ലോബൽ റൈറ്റ്സ്. ഈ മനുഷ്യാവകാശ സംഘടനകളുടെ ഈ സംഘടനകൾ തന്നിട്ട് അത് ദേശീയ സംഘടനയാണോ അന്താരാഷ്ട്ര സംഘടനയാണോ എന്നാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഈ സംഘടനകൾ 4 തരും. അതിൽ ദേശീയ സംഘടന അല്ലെങ്കിൽ അന്താരാഷ്ട്ര സംഘടന ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഈ ദേശീയതല സംഘടനകളും അന്താരാഷ്ട്ര സംഘടനകളും പ്രത്യേകം ഒന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.